പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം ഇന്ന് ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിൽ പങ്കെടുത്താണ്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ റെക്കോർഡാണത്. അത് കേരളത്തിലെന്നല്ല എല്ലാ ആളുകളും അത് കേട്ടതുമാണ്. ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കേസ് അല്ലെങ്കിൽ ഈ റെക്കോർഡ് നമ്മളെല്ലാ ആളുകളും അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഒരു നാണക്കേടില്ല. ഈ കേസിൽ നാണക്കേടില്ലാത്തൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടിട്ടാണ് കേസായിട്ട് മുമ്പോട്ട് പോകാഞ്ഞത്? സാധാരണ ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വിടാനുള്ള ചങ്കൂറ്റം കാണിച്ച ആ പെൺകുട്ടി പിന്നീട് കേസായിട്ട് പോകാനുള്ള ചങ്കൂറ്റം കാണിക്കാഞ്ഞത് എന്താണ്? അപ്പോൾ ആ പെൺകുട്ടിക്കും കേസിൽ ഭയക്കാൻ പറ്റിയ എന്തോ ഒന്ന് അതിലുണ്ട്. പീഡനം ആര് ചെയ്തു കഴിഞ്ഞാലും അത് കുറ്റം തന്നെയാണ്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടിട്ടാണ് ആ പെൺകുട്ടി പരാതിയുമായി മുമ്പോട്ട് പോകാഞ്ഞത്? ഇപ്പോൾ ഈ പറഞ്ഞ പാലക്കാട് MLA ഭാവി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. ഒന്ന് കേട്ടു നോക്കി. എന്തുകൊണ്ടാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ക്ഷണിച്ചത്? ഇപ്പോൾ എസ് മീഡിയയുടെ പ്രതികരണം നമ്മൾ കണ്ടു. ക്ഷണിച്ചിട്ടാണ് രാഹുൽ വന്നത്, അവർക്ക് വേറെ ആരെയും വിളിക്കാനില്ലായിരുന്നു എന്നുള്ളതാണ്. രാഹുൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ സതീശൻ വരുന്നതുമായി ബന്ധപ്പെട്ട് ഇറക്കി വിട്ടതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ രാഹുൽ പറഞ്ഞൊരു കാര്യം, എന്റെ അമ്മമാരാണ് ഇവർ, അവരെങ്ങനെ എന്നെ ഇറക്കി വിടുമെന്ന്. ആ അമ്മമാരോട് ചോദിക്കാനുള്ളൊരു കാര്യം, മറ്റാരെയും കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കിട്ടിയില്ലേ എന്നുള്ള കാര്യമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് MLA ജനപ്രതിനിധിക്കെതിരെ കേരളത്തിൽ ഉയർന്ന പെൺകുട്ടികൾ തുറന്നു പറഞ്ഞ ദുരനുഭവങ്ങൾ ഈ ആശാപ്രവർത്തകർ അറിഞ്ഞില്ല എന്നാണോ? ഇപ്പോൾ അമ്മമാരെന്ന് പറയുന്നു. ആ അമ്മമാർ, ആശാപ്രവർത്തകർ, അവരെയൊക്കെ നമ്മൾ എത്രയോ ദിവസമായി കാണുന്നു. അവരുടെ മക്കളാകാൻ പ്രായമുള്ള പെൺകുട്ടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. എന്തിനൊരു ഓഡിയോ സന്ദേശം വരെയുണ്ട്. ഗർഭിണിയായ ഒരു പെൺകുട്ടിയുടെ ഓഡിയോ സന്ദേശം നമ്മൾ കേട്ടതാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറയുന്നത്? പക്ഷെ അവിടെ ഒരു ചോദ്യം എന്താണ്, ഈ പ്രതിപക്ഷ നേതാവ് ഒഴികെ ബാക്കിയുള്ള ജില്ലയിലെ നേതാക്കന്മാർക്ക് രാഹുലിന് പരാതിയുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു കഷ്ണം പേപ്പർ ഉണ്ടോ? പരാതിയില്ല, ശരി. പക്ഷെ ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നിഷേധിച്ചിട്ടുണ്ടോ? മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരു പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം വന്നതിൽ അതിൽ എന്താണ് പറയുന്നത്? അതായത് ഗർഭിണിയായ പെൺകുട്ടി പറയാണ്, നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് 5 സെക്കൻഡ് പോലും വേണ്ട എന്ന് നിനക്കറിയില്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നീ അത് ചെയ്തേക്കുമെന്ന് പെൺകുട്ടി പറയുമ്പോൾ ഒരു വഷളൻ ചിരിയാണ് രാഹുൽ ചിരിക്കുന്നത്. ഈ നിമിഷം വരെ രാഹുൽ നിഷേധിച്ചിട്ടില്ല, മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ക്ഷണിച്ചു? അവിടെ ആ ആശാപ്രവർത്തകർക്ക് ആ പെൺകുട്ടിയുടെ അമ്മമാരാകാൻ പ്രായമുള്ളവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മറ്റാരെയും കിട്ടിയില്ല? ഇനിയിപ്പം ഇടതിൽ നിന്ന് വിളിക്കാൻ കഴിയില്ല. കേരളത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കുറവുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ? കോൺഗ്രസിന്റെ വിഷയം വേറെ തന്നെ സംസാരിക്കേണ്ടതാണ്. ഇത്രയും ശക്തമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്നു. അപ്പോൾ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു ലക്ഷ്യമുണ്ട്, അദ്ദേഹത്തിന് മുഖ്യധാരയിലേക്ക് വരണം, അദ്ദേഹത്തിൽ രാഷ്ട്രീയത്തിൽ അതിജീവിക്കണം. അതിനുള്ള മാർഗങ്ങൾ അദ്ദേഹം തേടുന്നുണ്ട്.